നഷ്ടപ്പെടുത്തി പോകരുത്. കുറെ ചെയ്യണമെന്നില്ല, ചെയ്യണ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. കുറെ ചെയ്യണമെന്നില്ല, പക്ഷേ ചെയ്യണത് നമുക്ക് തീരെ നഷ്ടപ്പെട്ടു പോകരുത്. അതെല്ലാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കുറെ ചെയ്യണമെന്നില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പള്ളികളിലും അതുപോലെ തന്നെ മറ്റു കേന്ദ്രങ്ങളിലൊക്കെ സുബൈക്ക് വാങ്ങുമ്പോളം അല്ലെങ്കിൽ അത്താഴം കഴിക്കുന്ന സമയം വരെ ഓരോ പരിപാടികളുണ്ടാവും. വിത്തറുകളായിട്ടും നിസ്കാരമായിട്ടും അതുപോലെ വിത്തർ നിസ്കാരം വൈകുന്നേരക്കായിട്ട് വിത്തർ നിസ്കരിച്ചിട്ടും ഒരുപോലെ ഖുർആൻ പാരായണം ചെയ്തിട്ട് അങ്ങനെ നമ്മളിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല തന്നെയാണ്. നല്ല കൂലി കിട്ടുന്ന കാര്യങ്ങളിൽ നല്ലോണം നമ്മൾ ശ്രമിക്കണം. അതിനെന്ത് ചെയ്യരുത്, നമ്മൾ 27-ാം രാവ് എന്ന് കണക്കാക്കും ചെയ്യരുത്. 27-ാവും അത് ചിലപ്പോ ആയിക്കോളൊന്നുമില്ലല്ലോ. കാരണം 21-ാം രാവ് 23-ാം രാവ് മഹാനായ ശാഫി ഇമാമൊക്കെ പറയുന്നത് എന്റെ അടുക്കൽ ഹദീസുകൾ എന്ന് വന്ന റിപ്പോർട്ടുകളെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ റിപ്പോർട്ട് പ്രകാരം 21-നാണ് 21-ാമത്തെ രാവിലാണ് എന്തുള്ളത് എളുപ്പുള്ളത്. 21-ാം രാവ് പറഞ്ഞെങ്കിൽ വരുന്ന ചൊവ്വാഴ്ച മഗ്‌രിബിന് ശേഷം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, അതായത് ബുധനാഴ്ച രാവ്. അത് കഴിഞ്ഞാൽ പിന്നെ ശാഫി ഇമാം പറയുന്നത് പിന്നെ രണ്ടാമത് സ്ഥാനമുള്ളത് എന്താണ് 23-ാം രാവ്. എനിക്കും തോന്നുന്നത് ഇക്കൊല്ലം പ്രത്യേകിച്ച് 23-ാം രാവ് ആകുമ്പോൾ സംശയം എനിക്കും തോന്നുന്നുണ്ട്. കാരണം എന്താണ്, ഈ വെള്ളിയാഴ്ച രാവും 23-ാം രാവും ഒന്നിച്ച് വരുന്ന ദിവസം. വെള്ളിയാഴ്ച രാവും 23-ാം രാവും ഒന്നിച്ചാ വരുന്നത്. അങ്ങനെ എന്നാൽ 27-ാം രാവാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തെളിവുകളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് വല്ലാതെ കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ പ്രാധാന്യത്തോടുകൂടെ കാണുക. ഒറ്റ രാവ് പ്രത്യേകിച്ച് നമ്മൾ കാണുക. ആ ദിവസത്തിൽ നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങൾ വല്ലാതെ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ കുറച്ചുകൂടി ഒന്ന് കട്ടിക്കൂട്ടുക. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക. ഉറക്കിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കാതെ ഉറക്കൊന്ന് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് പടച്ചുറപ്പിലേക്ക് കടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്. പക്ഷേ മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു തന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്ന വിഷയമുണ്ട്. എന്താ തഫ്സീറുൽ കബീറിൽ പറയുന്നതെന്ന് അറിയുമോ? അല്ലാഹു മഹാനവർ പറയുകയാണ്, ഈ രാവിന്റെ ദിവസങ്ങളിൽ മഹാനായ മഹത്തുക്കളായ മലക്കുകൾ കടന്നു വരുന്നതാണ്. ഈ രാവിലെ ദിവസങ്ങളിൽ മഹത്തുക്കളായ മലക്കുകളെയും കടന്നു വരുന്നതാണ്. അങ്ങനെ സുബഹിയായി കഴിഞ്ഞാൽ രാവിലെ ഫജ്ർ സുബഹിയായി കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുന്നതാണ്, യാ മഅശറൽ മലായിക മലക്കുകളെ നിങ്ങൾ കേറി വരൂ, സമയം കഴിഞ്ഞിട്ടുണ്ട്. മലക്കൾക്ക് ഇറങ്ങി വരുമല്ലോ അല്ലേ? ഇത് നോക്കി നിങ്ങൾ സാക്ഷ്യപ്പെടുത്തി അള്ളാഹുവിന്റെ റസൂൽ തന്നെ അള്ളാഹു തന്നെ പറഞ്ഞതല്ലേ, ഈ ഒരൊറ്റ രാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 114 സൂറത്തുള്ളതിൽ ഒരു സൂറത്ത് ഈ ഒരു രാവിലെ മാത്രം വേറൊരു വിഷയമായി പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഈ പരിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ, അത് 1000 മാസത്തിനേക്കാൾ ഉത്തമമായ മാസമാണ്. തനസ്സൽ ഖൈറും മിൻ അൽഫി ശഹർ, തനസ്സൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ. പടച്ചറപ്പിന്റെ ഇതിനോട് കൂടെ മലക്കുകളും ഇവരും ഇറങ്ങി വരുന്നതാണ്. റൂഹും ഇറങ്ങി വരുന്നതാണ്. റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീലിനെയാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് എന്ന് പല തഫ്സീറുകളും പറയുന്നുണ്ട്. ജിബ്രീലും കടന്നു വരും, മറ്റു മലക്കുകളും ഇറങ്ങി വരുന്നതാണ്. സലാമുൻ ഹിയ, അത് ശാന്തിയാണ് രാവ്, സമാധാനമാണ് രാവ്. അതുപോലെ തന്നെ എല്ലാവിധ രക്ഷയുമാണ് രാവ്. അത് ഫജ്ർ വെളിവാകുന്നവരെയാണ് അതിന്റെ സമയം. ആ ഫജ്ർ വെളിവാകുന്ന സമയമായാൽ ഈ മലക്കുകളെ ജിബ്രീൽ അലൈഹിസ്സലാം വിളിക്കും, അർ-റഹീൽ.
കടന്നു വരൂ. അപ്പോഴാണ് ഈ മലക്കുകൾ ചോദിക്കുന്നതാണ്, യാ ജിബ്രീൽ മാ സനഅ അല്ലാഹു ബിൽ മുശ്രികീന ഫീ ഹാദിഹിൽ ലൈല മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമുദായത്തിലെ ഈ മുഹമ്മദ് നബിയുടെ സമുദായത്തിലെ മുഅ്മിനീങ്ങളായ ആളുകൾ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പവിത്രമായ രാവിലെ എന്താണ് ചെയ്തത്? എത്ര പവിത്രതയാണ്, എത്ര പ്രാധാന്യമാണ് അവർക്ക് കൊടുത്തത്. ജിബ്രീൽ അലൈഹിസ്സലാം അവരോട് പറയുന്നതാണ്, ഇന്നല്ലാഹ നദറ ഇലൈഹിം ബിർറഹ്മാ വഅഫാ അൻഹും വഗഫറ ലഹും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കിയതാണ്. അല്ലാഹു അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കി. ഒരു പ്രാവശ്യം അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ ഒരിക്കലും തന്നെ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഒരൊറ്റ തവണ അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം നമ്മിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നരകത്തിലില്ല. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ നോട്ടം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അങ്ങനെ എന്ത് ചെയ്യുന്നു മാത്രമല്ല, അല്ലാഹു അവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്, അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജിബ്രീൽ പറയുന്നു, ഇല്ലാ അർബഅത നഫരിൻ, 4 വിഭാഗം ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ല. 4 വിഭാഗം ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ല. ഇനി നമ്മളെന്താ ചിന്തിക്കേണ്ടത് അറിയാം? ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുകയാണ്. ഇന്നിപ്പോ ഞായറാഴ്ച അല്ല, ചൊവ്വാഴ്ച മറ്റന്നാൾ മുതൽ നമ്മൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം. മറ്റന്നാളെ രാത്രി, മറ്റന്നാളെ രാത്രി, ബുധനാഴ്ച രാവ്, അന്ന് മുതൽ 21 രാവാണ്. അപ്പൊ അന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രതീക്ഷിക്കുമ്പോ ഈ ലൈലത്തുൽ ഖദ്ർ എനിക്ക് അത് ഞാനതിൽ ഉണ്ടാവുമോ? കാരണം 4 വിഭാഗം ആളുകൾക്കില്ലല്ലോ. 4 വിഭാഗം ആളുകളിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കിയിട്ടില്ല. 4 വിഭാഗം ആളുകളിലെ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ല. അല്ലാഹു പുറത്തു കൊടുത്തില്ല. റമദാൻ വന്നിട്ടും ലൈലത്തുൽ ഖദ്ർ വന്നിട്ടും വർഷം പുറത്തുനിന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെയാണ് നരകത്തിലല്ലേ. റസൂൽ കാത്ത് രക്ഷിക്കട്ടെ. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു 3 ആമീനെ കുറിച്ച് ഇല്ലേ? മെമ്പർവ് കയറുമ്പോഴേ ഒന്നാമത്തെ പടിയിൽ കയറുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞു. മെമ്പർമത്തെ 2ാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴും ആമീൻ പറഞ്ഞു. 3ാമത്തെ പടിയിലേക്കും കാലെടുത്ത് വെച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആമീൻ എന്ന് പറഞ്ഞു. മഹാനായ മഹത്തുക്കളായ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നിങ്ങൾ ആമീൻ പറഞ്ഞത്? റസൂൽ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. ഓരോ കാൽപാദവും ഞാൻ മിമ്പറിന്റെ കാൽപ്പടിയിലേക്ക് വെക്കുമ്പോ ഓരോ പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാം പറയാൻ നേരം ഞാൻ വിശദീകരിക്കുകയാണെങ്കിൽ കുറെ വിശദീകരിക്കാറുണ്ട്. നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം പറയാം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പരിശുദ്ധ റമദാൻ ശരീഫിനെ ഒരാൾ എത്തിച്ചിട്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനക്ക് പുറത്തു കൊടുക്കാത്ത അവസ്ഥയിൽ ആ റമദാൻ അവനിൽ നിന്നും കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അബ്അദല്ലാഹു മിൻഹാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ റഹ്മത്തിൽ നിന്നും അവനെ വിദൂരമാക്കട്ടെ. വഅദ്ഖലഹു അന്നാർ, അല്ലാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണ്. ലക്ഷക്കണക്കിന് പ്രവാചകന്മാർക്ക് വഹി എത്തിച്ച മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നത്, ആമീൻ പറയുന്നതാണ് അഷ്റഫുൽ ഖൽഖാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തില് ഏറ്റവും പവിത്രതയുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാകുന്ന പ്രവാചക ഭൂമി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആമീൻ പറയുന്നത്. ദ്വാരത്തിലാണ് മോശമില്ല, ആമീൻ പറയാൻ മോശമില്ല. എന്താണ് സ്വീകാര്യക്കുറപ്പല്ലേ? എന്താണ് പറയുന്നത്? റമദാൻ എത്തിയിട്ടും പടച്ചറപ്പ് അവർക്ക് പുറത്തു കൊടുക്കാതെ റമദാൻ കഴിഞ്ഞു പോയി അല്ലെ? അതായത് റമദാനിൽ പരിഗണിച്ചില്ല. അങ്ങനെയാണെങ്കിൽ അവനമ്മാന്റെ റഹ്മത്തിനെ തൊട്ട് അല്ലാഹു വിദൂരത്താക്കട്ടെ, അവൻ നരകത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിക്കട്ടെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. 4 വിഭാഗം ആളുകളുണ്ടല്ലോ. ആ 4 വിഭാഗം ആളുകളാണ്. ഒന്ന് മുതുകിനുള്ള ഹംറാണ്, മദ്യപാനിയാണ്. മദ്യപാനി കള്ളു കുടിക്കുന്ന ആള്. കള്ളു
കുടിക്കുന്ന ആളിപ്പോ കുറവാകാരല്ലോ. അങ്ങനെ കള്ള് എന്ന പേരില് കുടിക്കുന്ന ആളുകൾ ഇപ്പൊ വേറെ കുറെ പേരിലാണ്. അത് റസൂലിന്റെ ഹദീസിൽ തന്നെ ഉണ്ട്. പല പേരിലായിട്ട് മദ്യം വരുന്നൊക്കെ പറയുന്ന ഹദീസുണ്ട്. നമുക്ക് വിശദീകരിക്കുന്നില്ല. കള്ള് എന്ന പേരിൽ കുടിക്കുന്ന ആളുകളെങ്കിലും മത്താവുന്ന വസ്തു മത്താവുന്ന വസ്തു എന്തിലുണ്ടോ അതൊക്കെ കള്ളാണല്ലോ. അത് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം അറിയുമോ, അവനിക്ക് അവന്റെ ഈ ലൈലത്തുൽ ഖദ്റിൽ ഒരു ഉപകാരം അവനക്ക് പെട്ടിട്ടില്ല. പിന്നെയോ അപ്പൊ കള്ളുടിച്ചാൽ പെട്ട കാട്ടുക അവൻ പിന്നെ ഒന്നും കള്ളുടിച്ചാൽ പോവുകയും അല്ലെ. അതെല്ലാം ചോദിക്കണ്ട അല്ലേ. തൗബ കള്ളൊരു കവാടം നമുക്ക് തുറന്നിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്താ പേടിച്ചു. പക്ഷെ തൗബന്റെ നിബന്ധന എന്താ? ആ തെറ്റ് പിന്നെ ചെയ്യാൻ പാടില്ല. പിന്നെ ചെയ്തോ എന്നാ പിന്നെ ആ തൗബ സ്വീകരിച്ചിട്ടില്ല എന്നതിനാണ്. അപ്പൊ അതുകൊണ്ട് തൗബ എന്ന് പറഞ്ഞാല് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചില ആളുകൾക്ക് അത് പിന്നെ ചെഞ്ചാറുകൾ ഇങ്ങനെ നീട്ടേക്കും. മരിച്ചാനാവട്ടെ അപ്പം ചെഞ്ചാ എന്നാ പിന്നെ ഏതായാലും എന്തെങ്കിലും ഇനിയിപ്പോ അന്ന് കള്ളോട് ഇതുപോലെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, അന്ന് ലഭിച്ചിരിക്കൂലല്ലോ. അന്ന് ഇനിയിപ്പോ മരിച്ചാനാവുമ്പോ നമുക്ക് തൗബ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളോട് ഡേറ്റ് പറഞ്ഞിട്ടില്ലല്ലോ മരിക്കണ ഡേറ്റ്, നല്ലത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തൗബ എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം, നാളെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. വിഷയതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മദ്യപാനിക്കുന്നില്ല എന്നറിയോ, മദ്യപാനിക്കുന്നില്ല ഈ ലൈലത്തുൽ ഖദ്റിൽ ഉപകാരപ്പെടുന്നില്ല. രണ്ടാമത്തത് മാതാപിതാക്കളെ ഉറപ്പിക്കുന്നവനാണ്. മാതാപിതാക്കൾ ഉറപ്പിക്കുക എന്ന് പറഞ്ഞത് സന്തോഷമാണ്. അത് മനസ്സിലാക്കണം. ഓടി അവിടുന്ന് നാല് വിളിച്ചത്, ഓടവിടുന്ന് വാപ്പാനെ വിളിച്ചത് ഒരു ഉദാഹരണമാണ്. അങ്ങനെ ഒന്നും വിളിച്ചല്ലോ, കുറച്ച് കിട്ടുന്നേരം വിളിച്ചുള്ളൂ. എന്നാലും തന്നെ വൻദോഷമാണ്. ചെറിയ ദോഷമല്ല, ചെറിയ ദോഷമല്ല, വൻദോഷമാണ്. ചെറിയ ദോഷമല്ല, വൻദോഷങ്ങൾ കൂട്ടത്തിലാണ്. ഉമ്മാനെ ഉറപ്പിക്കരുത്, വാപ്പാനെ ഉറപ്പിക്കരുത്. ഞാൻ പറയാം, ഒരു ദ്വാരുണ്ടല്ലോ, ഏത് റസൂൽ ആമീൻ പറഞ്ഞു, 3 ആമീൻ പറഞ്ഞല്ലോ. അതിൽ ഒരു ദ്വാരം പറഞ്ഞു, റമദാൻ ശരീഫ് വന്നിട്ടും ആ റമദാൻ കഴിഞ്ഞു പോയിട്ടും അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കാവുന്ന ഒരു പ്രവർത്തനം ചെയ്യാത്തവനാണെങ്കിൽ രണ്ടാമത് അള്ളാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞത് ജിബ്രീലിന്റെ രണ്ടാമത്തെ പ്രാർത്ഥനക്ക് എന്താണെന്ന് അറിയുമോ? മാതാപിതാക്കളെ അവൻ എത്തിക്കുന്നു. പക്ഷേ അവനൊക്കെ എന്ത് ചെയ്യുന്നില്ല, ആ മാതാപിതാക്കൾക്ക് അവൻ നന്മ ചെയ്യാതെ ആ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ അവനെ അല്ലാഹു അവന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താക്കട്ടെ. ഉമ്മാനി വാപ്പാനി കെട്ടിയിട്ട് ഓർക്ക് സുഖം നേടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഓ നരകത്തിലല്ലാതെ പിന്നെ ഇവിടെ അതാ അതിന്റെ അർത്ഥം. അങ്ങനെ ഉമ്മ വാപ്പാന്നൊക്കെ പറഞ്ഞാൽ ആരാ? നമ്മൾ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയങ്ങളാണ്. മറ്റുള്ളവരോട് ഭയങ്കര സിമ്പതിയൊക്കെയാണ്, ഉമ്മാനോടും വാപ്പാനോട് സിമ്പതിയില്ല. ഉമ്മ വാപ്പ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗ്ഗം അല്ലെ. ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ് നമ്മുടെ സ്വർഗം. വാപ്പയോ വാപ്പാനെ കുറിച്ച് പറഞ്ഞത് പിതാവെന്ന് പറയുന്നത് സ്വർഗത്തിന്റെ കവാടത്തിന് നടുവിലെ കവാടമാണെന്ന് പരിശുദ്ധ റസൂൽ. ഉമ്മി വാപ്പിൽ തന്നെ നമ്മുടെ സ്വർഗം. ആ ഉമ്മി വാപ്പി പ്രായം വരുന്ന ഉമ്മി വാപ്പി ഉണ്ടായിട്ടും ഓനക്ക് സ്വർഗം നേടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഓന് അള്ളാഹുവിന്റെ റഹ്മത്തിന് വിദൂരത്താവട്ടെ. വലിയ കിട്ടലാണ് അതൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ വൃദ്ധസദനങ്ങളിൽ കടന്നു വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മാനെ മാത്രം ഒരു പരിഗണനയില്ല. എന്നാലോ മക്കളെ പോറ്റുന്ന വിഷയത്തിൽ അള്ളാഹുവേ ഈ ഉമ്മയും വാപ്പിയ പഴയ കാലത്തുള്ളവര് നമ്മളെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ പ്രായമുള്ളവരെ ചോദിക്കുന്നത്, നിങ്ങളൊന്നും ഈ മക്കളെ വളർത്തിയാവാനില്ല. ഇപ്പോഴത്തെ രക്ഷിതാക്കള് മക്കളെ വളർത്തുന്നത് എന്തൊക്കെയാന്നറിയാം. ഒരു ഉസ്താദിനൊന്നും തൊടാൻ പറ്റൂല. ഉസ്താദൊന്നും തച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഒച്ചപ്പാടാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്തോ ഉസ്താദ് തച്ച വിവരം കുറിച്ചെന്ന് പറയാൻ പേടിക്കണം. ഉസ്താദ് തച്ചെന്ന് പറഞ്ഞാൽ മാപ്പാന്റെ അടുത്ത് വേറെ കാരണം കിട്ടും. എന്തിനൊക്കെ ഉസ്താദ് തച്ചുണ്ടാവും, എന്തെങ്കിലും കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവും. അങ്ങനല്ലേ ഇന്ന് അത്രയും കെയറിംഗ് ആണ് കുട്ടികളോട്. എന്നാൽ ഈ കുട്ടികൾ നമുക്ക് ഉപകാരപ്പെടും ഇല്ല. കാരണം നല്ലോ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ കൂടുതൽ ബൗദ്ധികമാണ്. മതം പഠിപ്പിക്കുന്നില്ല. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഒരു ദിവസം കഴിഞ്ഞോ എല്ലാം തോന്നുന്നു ഓർമ്മയില് ഒരാള് ഒരു ഉസ്താദ് എന്നോട് സൂചിപ്പിച്ചത്, ഞാന് ജോലി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്
ഒഴിവാക്കിയിട്ട് പള്ളി മദ്രസൊക്കെ ഉണ്ടായിരുന്നതിന് സത്യവക്കായിട്ട് ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ മദ്രസിൻ്റെ തൊട്ടല്ല പള്ളിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു സ്രാമ്പിൻ്റെ ഒരു ചെറിയ നിസ്കാരപ്പള്ളിയുണ്ട് ആ നിസ്കാരപ്പള്ളിയിൽ മറ്റൊരു മദ്രസിലായിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ അങ്ങനെ നടന്നു ചോദിച്ചു. ഒന്നുമല്ല, 13,000 രൂപ ശമ്പളം പറഞ്ഞത്, മറ്റേ 20,000 ഉണ്ടായിരുന്നു, ശമ്പളമൊക്കെ കുറവാണ്, എന്നാലും അവിടെ നിൽക്കുകയാണ്. എന്താ ഞാൻ മാറിയ കാരണം എന്തല്ല എൻ്റെ ഉമ്മാക്ക് സുഖമില്ല. അപ്പൊ ഉമ്മാക്ക് എന്ത് ചെയ്യണമെങ്കിൽ ഒന്ന് ഉമ്മാക്കൊന്ന് നീച്ച് നടക്കണമെങ്കിൽ ഒന്ന് കൈ പിടിക്കണം. അതിന് ഞാനെന്തേ മാറുകയാണ്. അതേ സ്ഥാനത്ത് എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അറിയില്ല, അതുകൊണ്ട് ഞാൻ ആളെ പറയില്ല. എനിക്ക് പരിചയ ഒരാളുണ്ട്, എന്താണ് മക്കള് 2 ആമക്കളുണ്ട്. ഈ 2 ആമക്കളും എന്ത് ചെയ്തു, നല്ലോണം എന്ത് ചെയ്തു പഠിപ്പിച്ചു. ഭൗതികമാണ് കൂടുതൽ പഠിപ്പിച്ചത്. ഒരു നല്ല ഉയർച്ചയിലെത്തി. ഓരോ വളർന്ന് നല്ല ജോലിയൊക്കെ ആയപ്പോൾ നല്ല പെണ്ണും കെട്ടി. നല്ല പെണ്ണുകാരോട് ഉദ്ദേശിക്കുന്നു ഓലതേമായുള്ള എന്താണ് സ്റ്റാറ്റസുകളുള്ള ഉദ്യോഗമുള്ള പെണ്ണുങ്ങളെയും കെട്ടി. എന്താണ് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പാടായിട്ട് ഒരു വിദേശത്താണ്. ഇവിടെ ഉള്ളിമാർക്കും പ്രായം ചെന്ന് എന്ത് ചെയ്യാണ്, കഷ്ടപ്പെടുകയാണ്. എപ്പോഴെങ്കിലൊക്കെ ഒരു വേലക്കാരി ആരെങ്കിലും കൊണ്ടുകാണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, ഓരോ എടുത്തിട്ടില്ല. എന്ത് ഈ മക്കളെ കൊണ്ട് കിട്ടിയേ? മക്കൾക്ക് സംഭവം ശരി തന്നെ, ലക്ഷങ്ങൾ ശമ്പളം ഉണ്ട്, എന്തെങ്കിലും ആവശ്യം വന്നാൽ പൈസ കിട്ടി. എന്താ കൊണ്ട് കാര്യം? പൈസ ഉണ്ടാക്കുന്ന കാര്യം. ആ സ്ഥാനത്ത് 13,000 രൂപയ്ക്ക് ഒരു മൂലരെ എന്ത് ചെയ്തു, ഉമ്മാനെ നോക്കണം. 13,000 രൂപ മതിച്ച ശമ്പളം എന്ത് ഉമ്മാനെ നോക്കണം. അതാ പറഞ്ഞു വന്നത് മതബോധം, അത് ഉമ്മ വാപ്പാന്നുള്ള ബോധമൊക്കെ ആൾക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യം, കുറെ കുട്ടികൾ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ എന്റെ കുട്ടികൾക്ക് പറ്റൂല, അവർക്ക് വെറുതെ ഓലൊക്കെ ചെറുപ്പം മുതൽ വെച്ച് നോക്കണം. ചെറുപ്പം മുതലൊന്നും വെച്ച് നോക്കണം. നമ്മളതറിയുള്ളൂ. ഏതോട്ടെ നമ്മുടെ വിഷയത്തില്ല. ഏതാ കുറച്ച് നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ പേരമക്കൾ മക്കളെയൊക്കെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന, മാതാപിതാക്കളോട് തെറ്റി നിൽക്കുന്ന, മാതാപിതാക്കളെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അവർക്കൊരിക്കലും തന്നെ ലൈലത്തുൽ ഖദർ അല്ലാഹു പുറത്തു കൊടുക്കൂല. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല. മൂന്നാമതായി ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത് ആരാന്നറിയുമോ? കുടുംബബന്ധം മുറിക്കുന്നവരാണ്. അവൻ എടാപ്പയായിട്ട് മിണ്ടുന്നില്ല, അവൻ മൂത്താപ്പയായിട്ട് മിണ്ടുന്നില്ല, അവൻ അവന്റെ ജ്യേഷ്ഠനോട്, അച്ഛനോട്, പെങ്ങളോട്, അതുപോലെ തന്നെ കുടുംബങ്ങളോട് അവൻ എന്ത് ചെയ്യുന്നു? പ്രശ്നങ്ങളിലാണ്, ഓന് പ്രതിസന്ധിയിലാണ്. അവരെ പരസ്പരം മുഖത്തിരിക്കുകയാണ്. അവരുടെ സലാമ പോലും പറയാൻ തയ്യാറാകാത്തവരാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇടയിൽ ഒരിക്കലും തന്നെ അവരുടെ ലൈലത്തുൽ ഖദ്ർ അവർക്ക് ഉപകാരപ്പെടുന്നില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ കുറഞ്ഞു വരില്ലേ? എന്ത് ലൈലത്തുൽ ഖദ്റിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കിയവർ, അള്ളാഹു കൊടുത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ടായല്ലോ. നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോ നാലാമത്തെ പറയുമ്പോൾ കുറച്ചുകൂടി കുറയും. ഒന്ന് പറഞ്ഞത് കള്ളുകുടിയന്മാരെ പോയി, കുറച്ച് ആൾക്കാരുണ്ട്. ഇനിയിപ്പോ മാരി വാപ്പാല് അതിനേക്കാളും കൂടുതൽ പോയി. ഇനിയിപ്പോ കുടുംബം അമ്മിവാപ്പൊക്കെ ഉണ്ട്. അപ്പൊ എന്നാലും ഉള്ളാപ്പാലോട് ചെറിയ അത് എന്താ ഞാൻ കൊടുക്കൂല, അല്ലേ? കാരണവരോട് ഞാൻ എന്തായാലും കൊടുക്കൂല. അന്ന് കാട്ടിയല്ലോ ആ വേര് വാരിയില്ലേ, അല്ലേ? അങ്ങനെ പല ജാതി കാരണങ്ങൾ പറഞ്ഞിട്ടേ ആ മാപ്പ് കൊടുക്കാൻ പറ്റാത്ത ഒന്നും കുഞ്ഞാവില്ലടോ. എല്ലാം ഒന്നും വിട്ടുകൊടുക്കും, ഒന്നും വരൂല. അതിന്റെ പേര് നമുക്കൊന്നും വരൂല. പടച്ചടത്തിന് ഓർത്തിട്ട് നമ്മൾ താഴ്ന്നിട്ടാൽ മതി. പടച്ചം ബന്ധിച്ചു അള്ളാഹുവിന്റെ വചനം ഉദ്ദേശിച്ചുകൊണ്ട് എവിടെ താഴ്ന്നു കൊടുക്കുന്നോ പടച്ചോൻ മനം ഉയർത്തുന്നതാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പടച്ചോനെ വിചാരിച്ചിട്ട് നമ്മുടെ എവിടെയും താഴ്ന്നിർത്താൽ, പടച്ചോനെ വിചാരിച്ചിട്ട് ആവണം കേട്ടോ, അങ്ങനെ താഴ്ന്നിർത്താൽ എന്തെയും പടച്ചോൻ ഉയർത്തും. അതാണ് റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് താഴ്ന്നിർത്തന്നെ ഒരു കുഴപ്പമില്ല. ഉമ്മാന്റെ മുന്നിലല്ലേ, ആപ്പാന്റെ മുന്നിലല്ലേ, അതുപോലെ തന്നെ ജ്യേഷ്ഠന്മാരും അച്ഛന്മാരുടെ മുന്നിൽ ഒരു താഴ്ന്നു കുഴപ്പമില്ല. നാലാമതായി പറയുന്നത് മുശാഹിദാണ്. മുശാഹിദാണ് അല്ലദീ ലാ യതകല്ലമു അഖാഹു ഫൗക സലാസതി അയ്യാം. 3 ദിവസത്തിനേക്കാൾ കൂടുതൽ അവന്റെ സഹോദരനോട്, അവന്റെ മുസ്ലിമായ സഹോദരനോട് അവൻ മിണ്ടുന്നില്ല. തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, പോയി കാര്യം. നമുക്ക് ലൈലത്തുൽ ഖദ്ർ ഉപകാരപ്പെടില്ല, നമുക്ക് ലൈലത്തുൽ ഖദ്ർ ഉപകാരപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ 4 വിഭാഗത്തോടെ നോക്കി നോക്കുമ്പോ ഈ ലൈലത്തുൽ ഖദ്ർ മലക്കാൽ റഹ്മത്തിന്റെ മലക്കാൽ ഇറങ്ങിയ ആൾക്കാർ, അല്ലെങ്കിൽ റഹ്മത്തിന്റെ മലക്കാൽ ഇറങ്ങിയ വീടുകൾ വളരെ കുറഞ്ഞേക്കല്ലേ. നമ്മളെ വരിയിലുണ്ടാവും, നമ്മൾ നോക്കി നോക്കിയോ. നമ്മൾ ഓന്റെ വരിയിലുണ്ടോന്നില്ല നമ്മൾ ചിന്തിക്കണ്ട. നമ്മളെ വരി ഞാൻ എന്റെ പേരാ നോക്കട്ടെ,
എന്റെ വീട്ടിൽ അങ്ങനെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുമോ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ? കാരണം എനിക്ക് ആരോടെങ്കിലും തെറ്റുണ്ടോ? ഞാൻ എന്റെ ഉമ്മാനോട് എങ്ങനെ, ഞാൻ എന്റെ ഉപ്പാനോട് എങ്ങനെ, ഞാൻ എന്റെ എളാപ്പയോട്, മുത്താപ്പയോട്, എന്റെ അമ്മായിയോട്, എന്റെ എളാമയോട്, എന്റെ കുഞ്ഞാമ്മയോട്, ഞാൻ എന്റെ സഹോദരനോട്, എന്റെ ജ്യേഷ്ഠനോട്, എന്റെ അച്ഛനോട്, എന്റെ പെങ്ങളോട് എങ്ങനെയാണ് ഞാനുള്ളത് എന്നൊന്ന് ആലോചിക്കുക. അതുപോലെ എന്റെ അയൽവാസിയുടെ ആളുകളോട് ഞാൻ എങ്ങനെയാണ്, എന്റെ ജീവിതത്തിൽ ആരോടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തെറ്റി നിൽക്കുന്നവരുണ്ടോ, കുശുപ്പ് കാണിക്കുന്നവരുണ്ടോ, പ്രതിസന്ധികളായിക്കൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നവരുണ്ടോ, എനിക്ക് കണ്ടാൽ സലാം പറയാൻ പറ്റാത്തവരെന്റെ ജീവിതത്തിലുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടോ, നമ്മൾ എന്ത് ചെയ്തു? റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളിലുണ്ട്, നമ്മളെ വീടുകളിൽ ഇറങ്ങും. അല്ലാത്ത പക്ഷം റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. വീടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വീടുകളിൽ എന്ത് ചെയ്യരുത്? ഈ ജീവികളുടെ രൂപങ്ങൾ ഉണ്ടാവരുത്. റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങില്ല. ആരെങ്കിലും നായിട്ടാളുണ്ടായിരുന്നു ഇറങ്ങില്ല. നായിട്ടാളുകൾ നമ്മളാരും മലക്കുകളുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ വിഷയം കടക്കുന്നില്ല. ഈ ജീവികളുടെ ഫോട്ടോസുകൾ അല്ലെങ്കിൽ എന്താണ് ഈ രൂപങ്ങളൊക്കെ ഉണ്ടാവില്ല. പറ്റി ചില വീടുകളൊക്കെ ചെല്ലിന് കാണാൻ ഒരു പല്ലിങ്ങനെ കാണത്തുള്ളൂ. അപ്പുറത്തുണ്ട് ഒരു പാറ്റ. എന്തിനു വേണ്ടി? പല്ലി പാറ്റിനെ പിടിച്ചാൽ പിടിക്കുന്ന നിൽക്കുകയാണ്. എത്ര ആയിട്ട് പിടിച്ചിട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് യഥാർത്ഥ പല്ലും പാറ്റുന്നല്ല, അതിന്റെ ഭാഷ ഉണ്ടാക്കുന്നതാണ്. തെറ്റാണ്. അങ്ങനെ ഉണ്ടാക്കലാണോ ഒരിക്കലും തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അതിൽ റഹ്മത്തിന് മലക്കുകളൊന്നുമില്ല. ജീവികളുടെ രൂപം എന്ത് ചെയ്യരുത്? ചില വീടുകളിൽ ഷോക്കേസ് ഉണ്ടാകും, കുറെ ഒട്ടകങ്ങളൊക്കെ, ചിലരിങ്ങനെ നല്ല പുല്ലിങ്ങനെ അല്ലെ, പല രീതിയിലുള്ള കോലങ്ങളിലുള്ള ചെറുതും വലുതുമായ പലതും ഉണ്ടാവും. ചില വീടുകളിൽ എന്താ ചെയ്യാറുള്ള മറ്റേ ഇടത്താൻ പറയാ ഈ പൈസ ഉള്ള സാധനം ഉണ്ടാവും അല്ലെ, അതുണ്ടാവും തത്തമ്മ. എന്നിട്ട് അതിന് ചെറിയ ഓട്ടക അതിനുള്ള കേസൊക്കെ ഉണ്ടാവുക അല്ലെ, തത്തമ്മ ഉണ്ടാവും. മനസ്സിലായി? അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ല, അങ്ങനെ കാണണ്ടേ? നമ്മളെ വരിയില്ല കണ്ടിട്ടില്ലേ? നമ്മളെ വരിയിലുണ്ടെങ്കിൽ ഇന്ന് മുതൽ എന്താ ആ തൊണ്ട് പൊട്ടിച്ച ഇത് പൈസ വേറെ കൊടുത്തിട്ടില്ല, കുഴപ്പമില്ല. തത്തമ്മന്റെ തൊണ്ട് നമുക്ക് വേണ്ട. അതുപോലെ വേറെ എന്തെങ്കിലും ജീവിയുടെ എന്താണ് കൊണ്ടുകളായിട്ടോ അല്ലാത്ത ശരീരങ്ങൾ ഉണ്ടാവരുത്. കാരണം നമുക്ക് നേരിട്ടുള്ളത് മറ്റന്നാൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മള് മറ്റന്നാൾ റഹ്മത്തിന്റെ മൽക്കാർ ഇറങ്ങുക. ഈ മറ്റന്നാളല്ല, റഹ്മത്തിന്റെ മൽക്കാർ എന്തെങ്കിലും ഇറങ്ങണം. പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ റഹ്മത്തിന്റെ മൽക്കാർ ഉണ്ടാവും. നമ്മൾ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല, മൽക്കാർക്കിട്ട് കയറാൻ വെക്കണ്ടേ? ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്ത് ചെയ്തു? ജിബ്രീൽ വരാന്ന് പറഞ്ഞതേതു, എത്തിയില്ല. കുറെ വെയിറ്റ് ചെയ്തു, വളരെ വിഷം. അല്ലാഹുവിന്റെ റസൂല് അല്ലെ ജിബ്രീൽ വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കോ? അള്ളാന്റെ ദൂതനല്ലേ, എന്റെ ഇപ്പൊ സമയത്തിന് ഇങ്ങനെ പറ്റി വൈക്കുന്ന ആക്സിഡന്റ് ആവുമോ? നമ്മളില്ലല്ലോ, പഠിച്ചപ്പോ നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ഒന്നും സമയത്ത് എന്ത് പറ്റി? ഇതിങ്ങനെ ആലോചിച്ച വീട്ടിലിങ്ങനെ ബേജാറോട് കൂടെ അങ്ങോട്ട് കൊണ്ട് ഇങ്ങനെ നടക്കാം ആ റസൂല്. അപ്പോഴാണ് കട്ടിലൊട്ടിലൊരു നായ്ക്കുട്ടിനെ കണ്ടത്. ആട്ടിയെടുത്ത് ആരെ നായ്ക്കുട്ടിനെ ഉടനെ തന്നെ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? റസൂലിന്റെ അടുക്കൽ ജിബ്രീൽ കടന്നു വന്നു. എന്റെ ജിബ്രീലെ, നിങ്ങൾ വരാൻ കഴിയത് നിങ്ങൾ ഇന്ന സമയത്ത് വരുമെന്ന് പറഞ്ഞതല്ലായിരുന്നു? അപ്പോൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നായയും അതുപോലെ തന്നെ ജീവിയുടെ രൂപമുള്ള സ്ഥലത്തേക്ക് മലക്കുകൾക്ക് പ്രവേശനമില്ല, റഹ്മത്തിന്റെ മലക്കുകൾക്ക് പ്രവേശനമില്ല. മലക്കൾക്ക് എന്നല്ല, റഹ്മത്തിന്റെ മലക്കുകൾക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു വായിക്കിനെ കുറിച്ചൊക്കെ നടന്നാൽ മതി. എന്തായാലും അസ്രായേൽ വരില്ലല്ലോ, അസ്രായേൽ മലക്കല്ലേ. ഒരു നായ്ക്കിനെ കുറിച്ചങ്ങനെ നടന്നാൽ പോലെ നമ്മിനെന്ത് അസ്രായേൽ വരില്ലല്ലോ, അത് പറ്റില്ല. അസ്രായേൽ ഇവിടെ മലക്കുകളുടെ റഹ്മത്തിന്റെ മലക്കുകളില്ല, അതാബിന്റെ മലക്കാളും അതുപോലെ തന്നെ പിടിക്കേണ്ട മലക്കാളൊക്കെ എന്തെയും വരും, എന്ന് കുഴപ്പമൊന്നും വരില്ല. നേരെ മറിച്ച് റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരികയില്ല. അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു എന്ന്. അതുകൊണ്ട് വീട്ടിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റിവെക്കണം. ഇന്ന് തന്നെ നമ്മൾ കേസുകൾ നോക്കണം, അതുപോലെ തന്നെ അലമാരകൾ നോക്കണം, അതുപോലെ തന്നെ മറ്റുള്ള ഇടങ്ങളൊക്കെ നോക്കണം. അതൊക്കെ മാറ്റിവെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഏതുമാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്ന വിഷയങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരിക്കലും തന്നെ നഷ്ടപ്പെട്ടു പോകരുത്. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് മുത്തഖിയാവാൻ പറ്റും. അല്ലാഹുവിന്റെ അല്ലാഹു പറഞ്ഞതായ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവാനാണ്
നോമ്പ് ഫർളാക്കിയത് എന്ന ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ സ്വർഗത്തിൽ സ്വർഗം തയ്യാറാക്കപ്പെട്ടത് മുത്തഖീങ്ങൾക്കാണ്. അപ്പൊ നമ്മളും അതിൽ ഉൾപ്പെടുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലൈലത്തുൽ ഖദ്ർ നമുക്ക് കിട്ടണം ഇൻഷാ അല്ലാഹ്. കിട്ടണം എന്നോട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എങ്ങനെ ഉണ്ടെങ്കിൽ ഉമ്മാനായിട്ട് വാപ്പാനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടും കുടുംബമോ ബന്ധുക്കളോ ആരെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അയൽവാസികളോ നാട്ടുകാരോടോ ബന്ധപ്പെടേണ്ട ആൾക്കാരോട് ആരോടെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസത്തിലോ ആണെങ്കിൽ അത് ഇന്ന് തന്നെ പോയി തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 500 രൂപ കൊടുത്താലും മതിയില്ല. ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടാൻ പോയില്ലേ ഇരത്തേക്കായി എന്നൊക്കെ പറഞ്ഞത് കൊടുത്താളി കുഴപ്പമില്ല, നമുക്ക് സന്തോഷമായിക്കോട്ടെ. 500 രൂപ കൊടുത്താലും വേണ്ടില്ല. നമുക്ക് ലൈലത്തുൽ ഖദ്ർ കൊല്ലം മുമ്പ് നിന്നൊരു സ്ഥലത്ത് ഈ വിഷയം ഞാൻ ചിന്തിച്ചു. വെള്ളിയാഴ്ച ഇമാക്ക പറഞ്ഞത് അങ്ങനെ എന്ത് ചെയ്തു അറിയോ? ഉസാർ നിങ്ങളെ വയലൊക്കെ അല്ല ഉസാറായി വയലൊക്കെ കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു അറിയോ? നമ്മളെ മറ്റേ ആചാര്യത്തിൽ പോയി. ഞങ്ങൾ തമ്മിൽ കുറെ കാലമായിട്ട് പ്രശ്നത്തിൽ തന്നെയാണ്. കുറെ അങ്ങോട്ടും പ്രശ്നങ്ങൾ അങ്ങോട്ടും മിണ്ടാതിരിക്കൽ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഞാൻ എന്ത് ചെയ്തു? പോയിക്കാണ്ട് എന്ത് ചെയ്തു? മൂപ്പരോട് സലാം പറഞ്ഞു. അത് മൂപ്പരിനോട് പറഞ്ഞു കൊണ്ടുപോയിക്കാണ്ട സലാം എന്നാ പറഞ്ഞു. ഞാൻ ഇപ്പത്തെ നിങ്ങളെ സലാം നൽകാൻ മടിക്കില്ല. നിങ്ങളിതേ ബേച്ചാറാവും. നിങ്ങൾ ഈ കാണുമ്പോഴൊക്കെ നിങ്ങൾ അതേമാതിരി സലാം പറഞ്ഞാൽ നിങ്ങളെ സലാം മൂപ്പര് മടക്കിയില്ലെങ്കിൽ മലക്കാൾ എന്തായാലും മടക്കും. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്തു? നിങ്ങളാദ്യം രക്ഷപ്പെട്ടു. ഇനി അയാളെ ഭാഗം അയാൾ ശ്രദ്ധിക്കട്ടെ. അങ്ങനത്തെ കുറെ കുശുപാടുണ്ടാവും. നമ്മൾ കിട്ടത്തില്ല, അതൊന്നും നോക്കണ്ട. ചിലപ്പോൾ അങ്ങനെ കാട്ടിയില്ല ചിങ്ങനെ കാട്ടിയില്ലൊക്കെ പറഞ്ഞ് കുറെ തെറി ചിലപ്പോൾ കേൾക്കേണ്ടി വരും നമ്മൾ പൊരുത്തപ്പിടിക്കാൻ പോയാൽ. പക്ഷെ എന്ത് ചെയ്യണ്ടേ? ഒക്കെ കേൾക്കുക. ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ. നമുക്ക് ഈ മൂക്കിൽ പഞ്ഞൊക്കെ അത് കഴിഞ്ഞു. വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ നെഞ്ചി വിരിയ ആണെന്ന് അറിഞ്ഞത് എത്ര ആളുകൾ ഇന്ന് ഖബറിലാണ് അറിയാം. നമുക്കറിയാലോ കുറെ ആൾക്കാരെ, കുറെ വലിയ വലിയ കാരണന്മാരൊക്കെ. ആരടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറയാൻ പറ്റിയ ആൾക്കാരൊക്കെ ഇന്ന് ഖബറിലാണ്. ഓലെ നമ്മളെല്ലാം കൊണ്ടത്ത് തോൽ സ്വന്തം പോയിട്ടില്ലല്ലോ എന്ന മാറ്റത്തിലെ നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മളോട് ആരെങ്കിലും അങ്ങനെ ചോദിച്ചു പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓർക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം, കൊടുക്കുകയും ചെയ്യാം, മാപ്പ് കൊടുക്കുകയും ചെയ്യാം. നമ്മളാണെങ്കിൽ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അത് കഴിയുന്ന പരമാവധി പൊരുത്തപ്പെടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യാം. അല്ലാതെ രക്ഷമില്ല, അല്ലാതെ കഴിച്ചില്ല. നൽകി